വെൽക്കം ടു ജോബീസ്. അത് തുടങ്ങാൻ ആലോചിച്ചപ്പോൾ തന്നെ നമ്മളൊരു DJI Pocket 2 മേടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന്ന് അങ്ങനെ ഡെലിവർ ആയതാണ്. നമ്മളിവിടെ ആർഗോസിൽ പോയാണ് മേടിച്ചത്. UK ആർഗോസ് ഒരു നല്ലൊരു ഷോപ്പിംഗ് സ്ഥലമാണ്. അങ്ങനെ ആർഗോസിൽ പോയി ഓർഡർ ചെയ്തായിരുന്നു ഓൺലൈനിൽ. അങ്ങനെ ഇത് വന്നു കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ അതിനൊരു ഇൻഷുറൻസും എടുത്തു, 3 വർഷത്തെ ഇൻഷുറൻസ്. അങ്ങനെ ഈ സാധനം അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഈ DJI Pocket 2-ൽ നമുക്ക് വന്നിരിക്കുന്നത് ഇതാണ്. DJI Pocket 2 ഇത് ചെറിയ ലൈക്ക് ഒരു ഐഫോണിന്റെ ബോക്സിന്റെ വലിപ്പമുള്ളൂ. അത്ര സിമ്പിളാണ്. ഞാനിതിന്റെ റിവ്യൂസും ഇതൊക്കെ ഓൺലൈനിൽ നോക്കിയായിരുന്നു. നല്ലതായിട്ട് എനിക്ക് തോന്നിയോണ്ടാണ് പർച്ചേസ് ചെയ്തത്. പിന്നെ ഇത് ഫുൾ പാക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ ക്യാമറയുണ്ട്, അതിൻ്റെ കവറുണ്ട്, മൈക്രോ ട്രൈപോഡ് ഉണ്ട്, പിന്നെ മിനി കൺട്രോൾ ഉണ്ട്, പിന്നെ ട്രൈപോഡ് മൗണ്ട് ഉണ്ട്, ഒരു USB സ്പ്ലിറ്റർ ചാർജർ ഉണ്ട്, പിന്നെ ഉള്ള വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട്, സ്മാർട്ട് ഫോൺ അഡാപ്റ്റർ ഉണ്ട്. അത് 2 ടൈപ്പ് ഉണ്ട്, ആൻഡ്രോയിഡ് ഫോണിനും ഐഫോണിനും ഉള്ളത്. പിന്നെ ഉള്ളത് ഹാൻഡിലിൻ്റെ ഹോൾഡ് ചെയ്യാനുള്ള ഒരെണ്ണമുണ്ട്. പിന്നെ വയർലെസ് മൈക്രോഫോൺ വിൻസ്ക്രീൻ ഉണ്ട്. പിന്നെ വയർലെസ് മൈക്രോഫോൺ ട്രാൻസ്മിറ്റർ ഉണ്ട്. പിന്നെ ഒരു റിസ്റ്റ് സ്ട്രാപ്പ് ഉണ്ട്. അത് നമുക്ക് ഇത് ഇത്രയും ചെറിയ സ്മോൾ ഡിവൈസ് ആയതുകൊണ്ട് അത് കയ്യിൽ നിന്ന് താഴെ പോകാണ്ടിരിക്കാനുള്ളതാണ് റിസ്റ്റ് സ്ട്രാപ്പ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ സൈഡിൽ നിന്നാണ് നമ്മൾ ഓപ്പൺ ചെയ്യണേ. ഓക്കെ, അതെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ DJI Pocket 2. നല്ല സേഫ് ആയിട്ടാണ്. ഒരു കവറിലാണ് ഇതിരിക്കുന്നത്. ഇതൊരു കവറിൽ വന്നിട്ട് കവറുണ്ട്. ആ കവറിൽ സേഫ് ആയിട്ടാണ്. കവറിൽ നിന്നാണ് എടുക്കേണ്ടത്. ഇതെല്ലാം വെൽ പാക്ഡ് ആണ്. എനിക്ക് നാട്ടിലെ പോലെ വലിയ പാക്കിങ്ങിലല്ല വന്ന്, ജസ്റ്റ് ഇത് ഒരു ഐഫോൺ വരും പോലെ കിട്ടുകയാണ് ചെയ്തത്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. സേഫായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതെടുക്കാം. അതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 2 സാധനങ്ങളായിരിക്കും ഇവിടെ പിടിച്ചെടുക്കുന്നത്. ലിഫ്റ്റ് ചെയ്യാൻ തോന്നുന്നു. മാഗ്നറ്റിക് ഇതുണ്ടെന്ന് തോന്നുന്നു. നല്ല ടൈറ്റ് ആണ്, സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് സാധനം. ഇടയ്ക്കത്തെ തെർമോക്കോൾ എടുത്ത് നോക്കാം. ഇതുണ്ട്, അതിന്റെ ലെൻസ് ഒക്കെ വളരെ ചെറുതാണ്. ഇതെല്ലാം മൊബൈലൈസ് ചെയ്യും. നമുക്ക് ജസ്റ്റ് പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. വാവ്, അപ്പോൾ തന്നെ അത് ഇങ്ങനെയായി. നമ്മുടെ ഗിംബലൊക്കെ നേരെ ബാലൻസ് ചെയ്യും പോലെ ആയി വന്നിട്ടുണ്ട്. അടിപൊളിയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് മൈക്രോ SD കാർഡ് ഇടണം. ഇതെല്ലാം സെറ്റിങ്സ് എല്ലാം ചെയ്യണം. ഇവിടെയാണ് നമ്മൾ ഫോൺ കണക്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ അഡാപ്റ്ററുകളെല്ലാം കണക്ട് ചെയ്യുന്ന സ്ഥലം. പിന്നെ ഇത് വീഡിയോ റെക്കോർഡിങ്ങിനുള്ളത്. ഇവിടെയാണ് പവർ ബട്ടൺ. പവർ ബട്ടൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഓഫാവും. ഇത് അതിൻ്റെ കൺട്രോളുകളാണ്. ഇതിൻ്റെ കൂടെ വേറെ എന്താ വന്നിരിക്കുന്നത് നോക്കാം. ഇതിൻ്റെ ആക്സസറീസ് ആണ്, കുറേ ഉണ്ട്. ഓരോന്നും എന്തായിരുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതെൻ്റെ ജോയിസ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് ഊരിയിട്ട് ഈ ജോയിസ്റ്റിക്ക് ഇവിടെ വയ്ക്കുവാണ്. അങ്ങനെയാണെന്ന് തോന്നുന്നു. അതെ, ഇങ്ങനെയാണിത് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ക്രീനിൽ ഓപ്ഷൻസ് എടുക്കാനുള്ള സ്വിച്ചുണ്ട്. ഇതാണ് ജോയിസ്റ്റിക്ക്. നമ്മളിതിൻ്റെ സെറ്റിങ്സ് എല്ലാം ചെയ്ത ശേഷമാണ് ഇതെല്ലാം ചെയ്യുന്നത്.
അത്ര ചെറുതാണ്. അതുകൊണ്ടാണ് ഇവർ അതിൻ്റെ ഇത് തന്നിരിക്കുന്നത്, റിസ്റ്റ് സ്ട്രാപ്പ് തന്നിരിക്കുന്നത്. ഇതുപോലെ സ്മോൾ ആയതുകൊണ്ട് നമ്മൾ എന്തെടുത്താലും പെട്ടെന്ന് കയ്യിൽ നിന്ന് ചാടി പോകാനെല്ലാം ചാൻസ് ഉണ്ട്. അടുത്തത് വയർലെസ് മൈക്രോഫോൺ ആണ്, സ്ക്രീനിന് വേണ്ടിയുള്ള. നല്ല സോഫ്റ്റ് ആണ്, വെയിറ്റ് ഒന്നുമില്ല. അടുത്തത് സി ടൈപ്പ്. സ്മാർട്ട് ഫോൺ അഡാപ്റ്ററാണ്. വൈഡ് ആംഗിൾ ലെൻസ് ആണ്. വൈഡ് ആംഗിൾ ലെൻസ് ആണ്, നല്ല ക്യൂട്ട് ലെൻസ് അല്ലേ. കയ്യൊന്നും പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്രയ്ക്ക് ചെറുതാണ്. ടെക്നോളജി അത്ര ഡെവലപ്പായി. ഐഫോണിന് പറ്റിയത്, ഐഫോണിന് പറ്റുന്ന അഡാപ്റ്ററാണ്. USB സ്പ്ലിറ്റർ ചാർജറുണ്ട്. സി ടൈപ്പാണ്, USB ചാർജർ. ഇത് ഞാൻ എത്ര മിനിറ്റ് ഞാൻ മറന്നുപോയി, എത്രയായിരുന്നു, എത്ര മിനിറ്റ് ഇതിൻ്റെ അത് ബാറ്ററി ചാർജ് ഉണ്ട്. അതിൻ്റെ അകത്ത് പിന്നെ റിസ്റ്റ് സ്ട്രാപ്പ്, ഇതാണ് റിസ്റ്റ് സ്ട്രാപ്പ്. ഇതിൻ്റെ ഇവിടെ ഇതിന് സ്പേസ് ഉണ്ട്. കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ ഇങ്ങനെ ഇടാം, അടുത്ത് പോകുന്നുണ്ട്. ആകെ ഇത്ര ഉള്ളൂ, ഇതിൻ്റെ ഉള്ളിൽ തികയാനുള്ള എത്ര ഉള്ളൂ, അത്ര ചെറുതാണിത്. അതുകൊണ്ടാണ് അങ്ങനെ റിസ്റ്റ് സ്ട്രാപ്പോടെ ഇൻക്ലൂഡഡ് വരുന്നത്. ഇത് ഈ ക്യാമറ തന്നെ DJI Pocket 2 തന്നെയായിട്ട് മേടിക്കാം. കാരണം ഞാനിതിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് മേടിച്ചതാണ്. അതിന് പൗണ്ട്സിൽ ഇത് തന്നെ മേടിക്കുകയാണെങ്കിൽ 300 സംതിങ്, ഇതും കൂടി മേടിച്ചു കഴിഞ്ഞാൽ 400 സംതിങ്, 460 സംതിങ് എങ്ങാണ്ടായി. അടുത്തത് ഇതതിൻ്റെ മാനുവലാണ്. ഒന്ന് ക്രിയേറ്റർ കോംബോ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് പറഞ്ഞുണ്ട്. ഇതതിൻ്റെ മാനുവലാണ്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. വേറെ ഒന്നും കൂടെ ഉണ്ട്, വാറണ്ടി പേപ്പേഴ്സ് ആണ്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന നോർമലി ഇവിടെ ഉണ്ട്, അത് ഞാൻ വിട്ടുപോയി. ട്രൈപോഡ് വെച്ച് കഴിയുമ്പോൾ ഇതാണ് ഇവിടെയാണ്. അപ്പോൾ ഇത് ഊരിയിട്ട് അങ്ങനെ ഊരുക, എന്നിട്ട് ട്രൈപോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് കണക്ട് ചെയ്യുക. ഇപ്പോൾ ട്രൈപോഡ് യൂസ് ചെയ്താലും നമുക്ക് എല്ലായിടത്തും കുഞ്ഞിതായതുകൊണ്ട് ഞാൻ അറിയാതെ സ്വിച്ചിൽ ഞെക്കി പോവുകയാണേ, എൻ്റെ പവർ ഓൺ ആവുക. കണ്ടോ, ഇത് ട്രൈപോഡിൻ്റെ ഇത് കണക്ട് ചെയ്താൽ പോലും കറക്റ്റായിട്ടാണോ നോക്കട്ടെ. ഇത് ക്ലിക്ക് സൗണ്ട് കേൾക്കും നമുക്ക് കയറുമ്പോൾ, എന്നാലും നമുക്ക് ചാർജ് ചെയ്യാം. ട്രൈപോഡിൻ്റെ ഇത് കണക്ട് ചെയ്താൽ പോലും. ട്രൈപോഡിൻ്റെ ഇത് കണക്ട് ചെയ്യാൻ ഇവിടെ ഒരു ഹോളുണ്ട്, ജസ്റ്റ് ടൈറ്റ് ചെയ്താൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ക്യൂട്ടായി അല്ലേ. പവർ
മൈക്രോഫോണാണ്, വയർലെസ് മൈക്രോഫോൺ. ട്രൈപോഡിൻ്റെ ഓക്കെ, ഇച്ചിരി ലെങ്തി ഉണ്ട്. എക്സ്ട്രാ പാക്ക് ആണെന്ന് തോന്നുന്നു. വിത്ത് ചാർജറും കൂടെ ഉള്ളതെന്ന് തോന്നുന്നു. ഡു ഇറ്റ് ഓൾ ഹാൻഡി. അതെന്താണെന്ന് സ്റ്റഡി ചെയ്യേണ്ട ഒരു മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് എക്സ്ട്രാ ഒരു ബാറ്ററി ആണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ അഗെയിൻ ട്രൈപോഡ് വയ്ക്കാവുന്നതുകൊണ്ട് ചാർജിങ്ങിൻ്റെ പ്ലഗ് ഉണ്ട്, ഇത് അതിലോട്ട് കണക്റ്റ് ആവും. പെട്ടെന്ന് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റില്ല, കുഞ്ഞായതുകൊണ്ട് ഊരാനും പാടാം. കണ്ടോ, കൈ കൊണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓണാവും. നല്ല ടൈറ്റാണ് ഇത് ഊരാൻ, അത്ര ഈസി അല്ല. ഓക്കെ, അങ്ങനെ നമ്മൾ കുറേ നേരം ട്രൈ ചെയ്തു. അങ്ങനെയാണ് ഐഡിയ കിട്ടി. കൈയൊക്കെ വേർത്തു. അങ്ങനെ തുണി കൂട്ടി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഊരി പോകുന്നു. ജസ്റ്റ് താഴത്തോട്ട് താത്തിയാൽ മതി. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തുണിക്ക് കൂട്ടി പിടിച്ചിട്ട് ജസ്റ്റ് താത്തുക, ഊരിക്ക് വരും. എന്നാലും ഇച്ചിരി ഹാർഡാണ് തുണി കൂട്ടി പിടിച്ചാലും. പിന്നെ ഞാൻ SD കാർഡ് വാങ്ങിയില്ല, മൈക്രോ SD വേണം, അത് വാങ്ങിയില്ല. അടുത്ത ദിവസം വരും. അത് കഴിഞ്ഞാണ് ഇതിൻ്റെ സെറ്റിങ്സും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് വേണം ഫോണിലോട്ടെല്ലാം കണക്ട് ചെയ്യാൻ. അതിന് ഫോണും വേണം, മൈക്രോ SD കാർഡ് വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള അതിൻ്റെ സെറ്റിങ്സും ഒക്കെ